വളരെ പ്രധാനപ്പെട്ടൊരു ദിവസത്തിലാണ് നമ്മൾ ഇന്നുള്ളത്. ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് അറിയാം അല്ലേ? എന്താണ്? ശിശുദിനമാണ്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് നാം ശിശുദിനമായിട്ട് ആഘോഷിക്കുന്നത്. എന്നാ ജവഹർലാൽ നെഹ്റു ജനിച്ചതെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നവംബർ 14. ഏത് വർഷം? 1889 നവംബർ 14 ജവഹർലാൽ നെഹ്റു ജനിച്ചത്. നെഹ്റുവിൻ്റെ ജന്മദിനമാണ് നാം ശിശുദിനമായി ആഘോഷിക്കുന്നത്. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് ശിശുദിനം. പൂക്കളെയും പൂമ്പാറ്റകളെയും അതുപോലെ പാറി നടക്കുന്ന കുഞ്ഞുങ്ങളെയും ഒരുപോലെ സ്നേഹിച്ച കുട്ടികളുടെ കൂട്ടുകാരന്റെ ജന്മദിനം. ഈ ശിശുദിനം കടന്നു പോകുമ്പോൾ ജീവിതത്തിലെ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ആ നല്ല കാലത്തിന്റെ ഓർമ്മകളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. കുട്ടികളെ ജീവന തുല്യം സ്നേഹിച്ച ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെയും അദ്ദേഹത്തിന്റെ ജന്മദിനവും ഈ ശിശുദിനത്തിൽ നമുക്കൊരിക്കലും മറക്കാനാവില്ല. വിശ്രമമില്ലാതെ പണിയെടുക്കുകയും ഒരു നേരത്തെ ആഹാരത്തിനായി വിയർപ്പൊഴുക്കുകയും കഷ്ടപ്പെടുകയും ചെയ്യുന്ന ലക്ഷക്കണക്കിന് കുട്ടികളെ കുറിച്ചുകൂടി ഓർത്തുകൊണ്ട് ശിശുദിനത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ടും ഈ ചടങ്ങിലേക്ക് നമുക്ക് കടക്കാം. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. കാണായ ലോകങ്ങൾ കാക്കുന്ന ദേവാ, കാരുണ്യ സിന്ധോ നമിക്കുന്നു ഞങ്ങൾ. കരളിന്റെ പൂക്കൾ നിൻ പാദതാരം കാണിക്ക വച്ചു നമിക്കുന്നു ഞങ്ങൾ. കാണിക്ക വച്ചു നമിക്കുന്നു ഞങ്ങൾ. ലോക സമസ്ത സുഖിനോ ഭവന്തു. ഈ മന്ത്രമീ ലോകമെങ്ങും മുഴങ്ങാൻ. വിജ്ഞാനദീപം നിറകതിർത്തൂകാൻ. നേരിന്റെ പാത തെളിക്കേണമേ നീ. നേരിന്റെ പാത തെളിക്കേണമേ നീ. കാണായ ലോകങ്ങൾ കാക്കുന്ന ദേവാ, കാരുണ്യ സിന്ധോ നമിക്കുന്നു ഞങ്ങൾ. ശിശുദിന സന്ദേശം നൽകുന്നതിനായി നമ്മുടെ പ്രിയപ്പെട്ട ലിൻസി ടീച്ചറിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നവംബർ 14 ശിശുദിനം. കുട്ടികളെ ഏറെ സ്നേഹിക്കുകയും ലാളിക്കുകയും ചെയ്ത സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം. കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകുകയും അവർക്ക് വേണ്ടി പരിപാടികൾ സംഘടിപ്പിക്കുകയും മാത്രമല്ല, രാഷ്ട്ര നിർമ്മാണത്തിൽ അവരുടെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിനും ചിറകുകൾ ഉയർത്തി ഉയരങ്ങളിലേക്ക് പറക്കുന്നതിനുള്ള ഒരു ദിനം കൂടിയാണ് ശിശുദിനം. പ്രിയപ്പെട്ട കുട്ടികളെ, നമുക്കറിയാം ഇന്ന് അതിക്രമങ്ങളും അനീതികളും വളരെയേറെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ജീവിക്കുന്നതെന്ന്. ഇങ്ങനെയുള്ള അതിക്രമങ്ങളും അക്രമങ്ങളും ഇല്ലാതാക്കുവാൻ നല്ല വിദ്യാഭ്യാസം കൂടിയേ തീരൂ. നല്ലൊരു വിദ്യാഭ്യാസത്തിന് മാത്രമേ സമൂഹത്തിൽ നിന്നും ഇവയെ തുടച്ചു നീക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. മൂല്യബോധമുള്ള, ഉത്തരവാദിത്തമുള്ള നല്ലൊരു തലമുറയെ വാർത്തെടുക്കുവാനായിട്ട് നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശിശുദിനത്തിൻ്റെ എല്ലാ മംഗളങ്ങളും നേരുന്നു. ചാച്ചാജി അനുസ്മരണവുമായി എത്തുന്നു 7B ക്ലാസ്സിലെ നേഹ എസ് മരിയ.
വന്ദനം. ഇന്ന് ശിശുദിനം. കുഞ്ഞുങ്ങളെ ജീവനതുല്യം സ്നേഹിച്ച നമ്മുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം. 1889 നവംബർ 14 അദ്ദേഹം ജനിച്ചത്. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ യഥാർത്ഥ രാഷ്ട്രീയ പിൻഗാമി. എ ട്രസ്റ്റ് ഡെസ്റ്റിനി പോലുള്ള ഗഹനമായ പ്രസംഗങ്ങളിലൂടെ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ആഴ്ന്നിറങ്ങിയ വാഗ്മി. Discovery of India, Glimpses of World History പോലുള്ള ഗഹനമായ ഗ്രന്ഥങ്ങളിലൂടെ നമ്മെ നമ്മുടെ മനസ്സിൽ അലിഞ്ഞു ചേർന്ന എഴുത്തുകാരൻ. പഞ്ചവത്സര പദ്ധതികളിലൂടെയും ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡിങ്ങിലൂടെയും രാഷ്ട്രീയ നിർമ്മിതികളെ കുറിച്ചുള്ള സുവർണ സ്വപ്നങ്ങൾ കണ്ട ജനനേതാവ്, ആധുനിക ഭാരതത്തിന്റെ ശില്പി. വിദ്യാഭ്യാസമാണ് എല്ലാം. അതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികൾക്കും വിദ്യാഭ്യാസം ലഭിക്കുന്നതിനായി സൗജന്യ നിർബന്ധിത വിദ്യാഭ്യാസം നെഹ്റു നടപ്പിലാക്കി. കുട്ടികൾ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ചാച്ചാജി എന്ന് വിളിച്ചു. കുട്ടികൾക്ക് വേണ്ടി കൂടുതൽ സമയം ചെലവഴിക്കാൻ അദ്ദേഹം എന്നും ആഗ്രഹിച്ചു. കുട്ടികളാണ് നമ്മുടെ സമൂഹത്തിന്റെ കരുത്തെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ലിംഗഭേദമില്ലാതെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരുപോലെ നിസ്സീമമായി അദ്ദേഹം സ്നേഹിച്ചു. അതുകൊണ്ട് തന്നെ അവരുടെ സുരക്ഷിതത്വത്തിനും ക്ഷേമത്തിനും വേണ്ടി നിസ്സീമമായി പോരാടുകയും ചെയ്തു. ഇന്ന് നമ്മുടെ നാട് സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ ഉന്നതിയിലെത്തി നിൽക്കുമ്പോഴും നമ്മുടെ സമൂഹത്തിന്റെ അടുത്തേക്ക് ധാരാളം കുട്ടികൾ ദുരിതം അനുഭവിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം എന്ന സന്ദേശം ഈ ശിശുദിനത്തിൽ നമുക്ക് നൽകുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒരു ഹിന്ദി കവിത ആലപിക്കുന്നതിനായി 6A ക്ലാസ്സിലെ ഡെലിൻ എൽസ സിബിയെ ക്ഷണിക്കുന്നു. नमस्कार. हिंदी कविता की शुरू में श्री दमंदी की समात प्रसिद्ध है. सामसामी समस्याओं को अपनी रचना का विषय बनती है. वर्तमान समाज की डरने वाली सच्चाई को प्रस्तुत करने वाली कविता में माँ मुझे डर लगता है. कविता इस प्रकार है, सुनिए. माँ मुझे डर लगता है, बहुत डर लगता है. माँ मुझे डर लगता है, बहुत डर लगता है. सूरज की रोशनी आंख से लगती है. पानी की बूंदें तेजाब से लगती है. माँ हवा में भी सहसा गुला लगता है. माँ मुझे छुपा ले, बहुत डर लगता है. माँ तुझे याद है वह खांच की गुड़िया जो बचपन में टूटी थी. माँ मैं भी आज ऐसे कुछ टूट गई हूँ. मेरी कोई गलती ना थी माँ, फिर भी मैं कुछ टूट गई हूँ. बचपन में स्कूल टीचर की गंदी नजरों से डर लगता था. पड़ोसी चाचा की लपक की रातों से डर लगता था. वह लुपट की लटकों की बाकुस बंदों पर डर लगता था. और अब मालिनी की इशारे और रातों से डर लगता है. माँ मुझे छुपा ले, बहुत डर लगता है. माँ तुझे याद है मैं तेरे आंगन में चिड़िया से कुदक रही थी. तब घर गाकर मैं जमीन पर कर पड़ी थी. तो बूंद को देकर तरफ पाला था. आंगन और नर्तक को मैंने क्या बिगाड़ा था. इस तरह मुझे मसल कर चलेंगे. वेदक मेरे रुख को कुचल कर चलेंगे. माँ मुझे छुपा ले, बहुत डर लगता है. माँ तूने तो कहा था अपनी गुड़िया को दुल्हन बनाएंगे. मेरी जिंदगी खुशियों से सजाई. क्या वो दिन अब कभी ना आएंगे? क्या तेरे घर भारत ना आएंगे? माँ खोया है जो मैं फिर कभी न पाऊंगी. सांस तो ले रही हूँ पर क्या जिंदगी छिपाऊंगी. कुर्ते हैं सब आलेंगे नफरम से. उन नफरम से मुझे छुपा ले माँ. अपनी आंचल में मुझे
साथ वक्त बिताना चाहती हूँ। धरती की गठपुतलियाँ नहीं है लड़कियाँ, सबको समझाना चाहती हूँ। माँ, बहुत डर सर कर मैं ये कहना चाहती हूँ कि सब कुछ कह लेना, पर कभी भी ये मत कहना कि अगले जन्म में मुझे बिटिया न देना, सब कुछ कह लेना, पर कभी भी ये मत कहना कि अगले जन्म में मुझे बिटिया न देना, धन्यवाद। ഒരു അറബി ഗാനവുമായി എത്തുന്നു റിമാസ് അസീസ്. 7A ക്ലാസ്സിലെ റിമാസ് അസീസ്. هدى رسول الله إلى الحق جلا، هدى رسول الله إلى الحق جلا، نما إلى الأعلى نجا من تجلى، نما إلى الأعلى نجا من تجلى، أنذر بشر بالقرآن أنقذنا من النيران، يا رسول الله داعيا لله، يا رسول الله داعيا لله، يا مجيب الله، هدى رسول الله إلى الحق جلا، هدى رسول الله إلى الحق جلا، طاب من رآهنا، طاب من جاء الهدى، طاب من رآهنا، طاب من جاء الهدى، نال فوزا منجلا للهداية كاملا، آه الكون بذا البدر هار الجهل بذا النور، ضاح الكون بذا البدر هار الجهل بذا النور، أنذر بشر بالقرآن أنقذنا من النيران، يا رسول الله داعيا لله، يا رسول الله داعيا لله، يا مجيب الله، هدى رسول الله إلى الحق جلا، هدى رسول الله إلى الحق جلا. അടുത്തത് ഉറുദു സംഘഗാനമാണ്. അതിനായി അഡോണിയ ആൻഡ് ടീമിനെ ക്ഷണിക്കുന്നു. देखो देखो दुल्हन बना वो
प्यार की वारदात होने दो, कुछ तो ऐसे हालात होने दो, प्यार की वारदात होने दो, कुछ तो ऐसे हालात होने दो, प्यार की वारदात होने दो, कुछ तो ऐसे हालात होने दो, बात कर नहीं सकते, आंखों आंखों में बात होने दो, हमसे जाना आंग से आंग मिलाओ, हमसे जाना आंग से आंग मिलाओ, तो कोई बात बने, हमसे जाना आंग से आंग मिलाओ, तो कोई बात बने, रुसल फोन को हटाओ, रुसल फोन को हटाओ, तो कोई बात बने, आंग से आंग मिलाओ, तो कोई बात बने, तेरे चुप चुप के चलाने से बना क्या हासिल, तेरे चुप चुप के चलाने से बना क्या हासिल, बस जग सामने आओ, बस जग सामने आओ, तो कोई बात बने, बस जग सामने आओ, तो कोई बात बने, सुरमांगों में लगाने से नहीं हो दस्तक, सुरमांगों में लगाने से नहीं हो हकीकतों में लगाओ, हकीकतों में लगाओ, तो कोई बात बने, हकीकतों में लगाओ, तो कोई बात बने, നാരായണ സേവൈവ ദേവാർച്ചനാ ചെയ്തിവദാരി സമ്യക് ദീനാന്തരിത്രാൻ വിദിതാനനാഥാൻ ഉദ്ധത്തുമൈശ്ച നിജ സേവയായ. ധന്യവാദ. എടുത്ത എല്ലാ കുട്ടികളും ഒന്ന് പെട്ടെന്ന് സ്റ്റേജിന്റെ മുൻഭാഗത്തേക്ക് വരിക. അമ്മാ
വീണ്ടും നമ്മൾ ഒരു കലാപരിപാടി അവതരിപ്പിക്കപ്പെടുന്നു. നിങ്ങളുടെ കൂട്ടുകാരാണ്, നിങ്ങളെപ്പോലുള്ള ആളുകളാണ്, നാളെ നിങ്ങളും ഈ സ്റ്റേജിൽ വരേണ്ടവരാണ്. അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതാ നിങ്ങളുടെ മുന്നിൽ ഒരു കൂട്ടം മിടുക്കരും മിടുക്കികളും വെക്കുകയാണ് അല്ലേ. അവർ നമ്മുടെ സബ് ജില്ലാ കലാമേളയിൽ പങ്കെടുത്ത് നമ്മുടെ സ്കൂളിനെ ഏറ്റവും മികച്ച പോയിന്റ് നേടിത്തുന്നവരാണ്. അവരിൽ പലരും ജില്ലാതല മത്സരങ്ങളിലേക്ക് പങ്കെടുക്കാൻ പോയവരാണ്. വലിയ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഈ പോയിന്റുകളെല്ലാം നമുക്ക് കിട്ടിയത്. നമ്മുടെ കോൽക്കളി ടീം വളരെ പെട്ടെന്നാണ് അവർ പഠിച്ചത്, എങ്കിൽ പോലും അവർ ഫസ്റ്റും ബി ഗ്രേഡും വാങ്ങിയിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ ചെണ്ട മേളം 8 കൊല്ലത്തെ പ്രാക്ടീസ് കൊണ്ടാണ് സാധാരണ സ്റ്റേജിൽ കയറാൻ പറ്റുക. പക്ഷേ ഏതാനും ദിവസം കൊണ്ട് അവർ നമ്മുടെ വേദികളിൽ അത്ഭുതം സൃഷ്ടിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ടീമുകൾ, ഡാൻസും മാർഗം കളി അങ്ങനെ ഉൾപ്പെടെ ഒരുപാട് ഗ്രൂപ്പ് ഐറ്റംസ്, നമ്മളെ പഞ്ചിപ്പാട്ട് ഉൾപ്പെടെ ഒരുപാട് ഐറ്റംസ് കുറേ നാളുകൾ കൊണ്ട് അവർ പ്രാക്ടീസ് ചെയ്ത് കൃത്യമായി ഭംഗിയായി വേദികളിൽ അവതരിപ്പിക്കുകയാണ്. അടുത്ത വർഷം നമുക്ക് കുറച്ചുകൂടി ഊർജത്തോടു കൂടി അവിടെ പരിപാടികൾ അവതരിപ്പിക്കണം. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. അടുത്ത വർഷം നമ്മുടെ സ്കൂളിന് ഓവറോൾ നേടിത്തരാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ കുറച്ചുകൂടി പ്രാക്ടീസ് വിപുലീകരിക്കേണ്ടതുണ്ട്. അവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഒന്ന് കൈയടിക്കാവട്ടോ. അതുപോലെ തന്നെ അവരെ പ്രാക്ടീസ് ചെയ്ത നമ്മുടെ അധ്യാപകർ കൃത്യമായി അവർ ക്ലാസ്സുകൾ എല്ലാം ഒട്ടും നഷ്ടപ്പെടാതെ തന്നെ അവർക്ക് കൂടി പല പ്രോഗ്രാമും കഴിയുന്ന 2 മണിക്കാണ്, രാത്രി 2 മണിയോളം കുട്ടികളോടൊപ്പം നിന്ന് അവരെ പ്രാക്ടീസ് ചെയ്ത നമ്മുടെ സ്കൂളിലെ അധ്യാപകർ, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, ഓഫീസ് സ്റ്റാഫ് ഉൾപ്പെടെ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. നന്ദിയോടെ എല്ലാവരെയും. കുഞ്ഞുങ്ങളെ ഒരുപാട് സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങളും ചെയ്ത നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം നമ്മൾ ശിശുദിനമായി ആഘോഷിക്കുന്നു. അതിന്റെ ഈ ചടങ്ങിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഈ ചടങ്ങിൽ ആശംസ അർപ്പിച്ച് സംസാരിച്ച HM ബിനു സാറിന് എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. സന്ദേശം നൽകിയ ലിൻസ ടീച്ചറിന് എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. വേദിയിൽ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ച എല്ലാ കുഞ്ഞുമക്കൾക്കും നന്ദി അറിയിക്കുന്നു. പരിപാടി കണ്ട് ആസ്വദിച്ച അധ്യാപകർക്കും അനധ്യാപകർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ശിശുദിനത്തിന്റെ ആശംസകൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നേരുന്നു.